ഹായ്, ഹലോ. വെൽക്കം ടു ചായ് ടൈം വിത്ത് ഋഷി ആൻഡ് ധന്യ. ഇന്ന് എന്താ സംസാരിക്കണ്ടേ ഋഷി? നീ പറ, നീയല്ലേ സംസാരിക്കുന്ന എപ്പോഴും. ഓക്കെ. ഇന്ന് എൻ്റെ തലയിലുള്ളത് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡാണ്. നിനക്ക് എന്താ അഭിപ്രായം? അതെന്താ ഇത്രയും ഈ ലോകത്ത് ഇത്രയും യുദ്ധങ്ങൾ നടക്കുന്നു, ഇത്രയും അപകടങ്ങൾ നടക്കുന്നു, ഇത്രയും സ്കാൻഡൽസ് നടക്കുന്നു, എന്നിട്ടും ഈ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി തന്നെ എന്തിനാ നിനക്ക് സംസാരിക്കാൻ തോന്നുന്നത്? ഇപ്പൊ നീ ന്യൂസ് ഒന്നും കേട്ടില്ലേ? മറ്റേ സന മാലിക് ഒക്കെ പോയിട്ട് ഉം. മഹാരാഷ്ട്ര പാർലമെന്റിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ആലോചിച്ച യൂണിഫോം സിവിൽ കോഡ് വരേണ്ട സമയമായിരുന്നു. അവര് പാർലമെന്റിൽ പോയി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ പോളിഗാമി ഇപ്പോൾ ലീഗലൈസ് ആയല്ലോ. ഉം. അപ്പൊ അതേപോലെ ഇന്ത്യയിലും വേണം. പാകിസ്ഥാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, കാരണം അത് ഖുറാൻ അക്കോർഡിംഗ്ലി പോളിഗാമി അലൗഡ് ആണ്. സോ അത് ഇന്ത്യയിലും വന്നാൽ കൊള്ളാം എന്നാണ് അവര് പറഞ്ഞത്. അതെ, അവിടെ ഇന്ത്യയിൽ വന്നാൽ ഖുറാൻ പ്രകാരം ആയതുകൊണ്ട് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ് കുഴപ്പമില്ല. പറഞ്ഞത്. അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ കേട്ടപ്പോ നമുക്ക് നമ്മുടെ ക്രിമിനൽ നിയമങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ. ഉം. എന്ത് ജെൻഡർ ആണോ അല്ലെങ്കിൽ ഏത് റിലീജിയൻ ആണോ നോക്കിയിട്ടല്ല നമ്മുടെ ക്രിമിനൽ നിയമങ്ങള്. എക്സിസ്റ്റിംഗ് സിവിൽ നിയമങ്ങളിൽ പക്ഷെ ഇപ്പൊ പോളിഗാമി വന്ന പോലെ മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ Adoption. അഡോപ്ഷൻ, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ റിലീജിയസ് ലോസും ഇതാണ് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു യൂണിഫോം ആയിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഇതൊന്നും അല്ലെങ്കിലും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമം ഇവിടെ നിലവിൽ വരണമെന്ന് ഞാൻ അപ്പൊ ആലോചിച്ചു. അതെ, ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് തുടങ്ങി വെച്ച ആദ്യം 1825 എന്താണ് ബ്രിട്ടീഷ് തുടങ്ങി വെച്ച ഇന്ത്യൻ സക്സഷൻ ആക്ട് വീണ്ടും റീറിട്ടേൺ ആയി. പക്ഷെ അതിൽ മെജോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ചൈനീസ്, മുസ്ലിംസ് ഒന്നും അവർക്ക് ആപ്ലിക്കബിൾ അല്ല ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട്. അതെ, അതുകൊണ്ട് അത് കൂടാതെ ഈ റിലീജിയസ് നിയമങ്ങൾ മാത്രം പാലിച്ചു വരുന്നത് ഒരു പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടെ സെക്യുലർ ആയിട്ട് വേണ്ടേ നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ആയിട്ട് മാറാനായിട്ട്. പക്ഷെ നമ്മൾ പല ന്യൂസൊക്കെ കാണുമ്പോൾ എല്ലാം റിലീജിയസ് ലോസ് കുറച്ചുകൂടെ ഇംപ്ലിമെന്റ് ആക്കണം എന്ന നിലവാരത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് വരേണ്ട സമയം അതിക്രമിച്ചു. നമ്മുടെ എല്ലാവരും എടുത്ത് പറയുന്ന പോയിന്റ് ലൈക്ക് ആർട്ടിക്കിൾ 25 പ്രകാരം റിലീജിയസ് ഫ്രീഡം ഉണ്ടെന്ന്. അപ്പോൾ കൺവീനിയന്റ് ആയിട്ട് എല്ലാവരും മറക്കുന്ന കാര്യം ആർട്ടിക്കിൾ 44 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടെന്നുള്ളതാണ്. ദാറ്റ് സേസ് എല്ലാ സ്റ്റേറ്റും യൂണിഫോം സിവിൽ കോഡ് വരാനും ഇന്ത്യ ഒരു സെക്യുലർ സ്പേസ് ആയിട്ട് വളർത്താനും നിർബന്ധമായിട്ടും ശ്രമിക്കണം എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട് എന്ന് കൺവീനിയന്റ് ആയിട്ട് മറക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പം യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഉണ്ട്. അംബേദ്കർജി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ആവുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അതായത് ഫ്രെയിം ചെയ്യാനായിട്ട് ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളത് ഒരു ശ്രമം നടത്തണല്ലോ. ഇപ്പൊ ഗോവക്കാര് നടത്തി, ഗോവയിൽ ഒരു സിവിൽ കോഡ് ഉണ്ട്. ഇതെല്ലാം സ്റ്റേറ്റിന്റെ ഇഷ്ടമാണ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്പൊ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ കേരളക്കാർ വിചാരിച്ച വേണമെങ്കിൽ നടക്കും. അതുപോലെ ഇപ്പൊ ഗോവയിലുണ്ട്, ആസാമിലുണ്ട്, പിന്നെ അത് ഉത്തരാഖണ്ഡിലുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇതുവരെ ശ്രമിച്ചില്ല. അപ്പൊ നമുക്കത് ശ്രമിച്ചൂടെ? ഇങ്ങനെ എന്തിനാണ് നമ്മൾ അടുത്ത തലമുറയ്ക്കും ഇതേ സാധനം തന്നെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്? ഗിവ് ദം എ ബെറ്റർ സ്പേസ്. ഓക്കെ, അപ്പോ 4 ഡൊമെയിൻസ് ആണ് ബേസിക്കലി ഇതിൽ പറഞ്ഞിരുന്നത്. അപ്പൊ മാരേജ്, ഡൈവേഴ്സ്, അഡോപ്ഷൻ ആൻഡ് 4ാമത്തെ എന്തായിരുന്നു? മാരേജ്, ഡൈവോഴ്സ്, അഡോപ്ഷൻ, ഇൻഹെറിറ്റൻസ്. അപ്പം ഇതിനെ പറ്റി ഒക്കെ നമ്മുടെ ഈ എല്ലാ റിലീജിയൻസിലും എന്തൊക്കെയാണ് ഇപ്പൊ കറന്റ്ലി എന്താണ് റൂൾസ് ഉള്ളത്? അയ്യോ, അത് കുറച്ച് വളരെ പുരാതനമായിട്ടുള്ള സംഭവമാണ്. നമുക്കിപ്പോ ദഹിക്കാൻ പാടായിട്ടുള്ളതുമാണ്. എനിക്ക് എന്തായാലും ദഹിക്കില്ല. അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഓക്കെ, ഹിന്ദു ക്രിസ്ത്യൻ നിയമങ്ങളൊക്കെ ഏകദേശം കുറച്ച് ഫെയർ ആണെന്ന് പറയാം. കാരണം ഇപ്പോ എൻ്റെ കുട്ടിക്ക്, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടിക്കും പാർട്ട്ണർക്കുമാണ് അതിന്റെ അവകാശം മിക്ക സ്ഥലത്തും. പക്ഷെ ഒരു അങ്ങനെയും പറയാൻ പറ്റില്ലല്ലോ, ഹിന്ദു സക്സഷൻ ആക്ടിലും ഈക്വൽ അവകാശം അല്ലല്ലോ. പിന്നെ ഈക്വലി ഡിവൈഡഡ് അല്ലല്ലോ ആൺകുട്ടിക്കും. അതെ, ഫീമെയിൽസിന് കുറച്ച് കുറവാണ് കിട്ടുന്നത്. അത് ശരിയാണ്. അതും കംപ്ലീറ്റ്ലി ഫെയർ എന്ന് പറയാൻ പറ്റില്ല. റിലീജിയൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഏത് സക്സഷൻ ആക്ട്സ് ആയാലും ഇന്ത്യയിൽ കറന്റ്ലി ഫെയർ അല്ല. അതെ, കറക്റ്റ് ആണ്.
അങ്ങനെയുണ്ട്. പിന്നെ ഇസ്ലാമിക് റൂൾ പ്രകാരമാണെങ്കിൽ ഹാഫ് മറ്റോ ഈ ഇസ്ലാമിക് യുവതിക്ക് കിട്ടുള്ളൂ. അതേസമയം ഒരു ബ്രദർ ആണെങ്കിൽ ബ്രദറിന് ട്വൈസ് ദി എമൗണ്ട് ഓഫ് ഗേൾ ചൈൽഡ് അങ്ങനെയാണ് കിട്ടുക. അതെ, ഇപ്പൊ ഇസ്ലാമിക് സക്സഷൻ ആക്ട് ആണെങ്കിൽ ഉം, മെയിൽ ചൈൽഡ് ഇല്ലെങ്കിൽ ഉം. അത് അത് ബ്രദർ ബ്രദേഴ്സ്. അതെ അതെ അതുണ്ട്. ആൻഡ് വൈഫിന് ഇൻഹെറിറ്റൻസ് കിട്ടത്തില്ല. ഉണ്ട് എന്തോ 1/3 വളരെ ഷെയർ കുറവാണ്. അത് പക്ഷെ അൺഫെയർ ആണ്. കാരണം നമ്മള് ബന്ധുക്കളോ ശത്രുക്കളോ ഒന്നും അറിയാതെ നിൽക്കുന്ന സ്ഥലത്ത് സക്സഷൻ വരുമ്പോൾ മാത്രമേ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ വരും. ഞാൻ എന്റെ പല ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. നമ്മുടെ ഇവിടെ റിലീജിയസ് ലോസ് ആണ് ഫോളോ ചെയ്യുന്നത്. അവര് കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞ് നടക്കുക. കുറെ പേര് 10 കൊല്ലമായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടും അത് നമ്മുടെ ഇതിൽ സിവിൽ കോഡ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് റിലീജിയസ് ലോ പ്രകാരം അവർ പറയുന്നത് റൈറ്റ് ആണ്. അപ്പൊ അവർക്കാണ് അതിന് ലീഗൽ റൈറ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്നുകൂടെ ഗാഢായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ ഇപ്പം ഇതിനെ ഇപ്പൊ നമ്മൾ സംസാരിച്ച് ഓൾറെഡി സക്സഷനെ പറ്റി പറഞ്ഞു. മാരേജും ഡൈവേഴ്സിനും പറ്റി എന്താണ് ഡിഫറൻസ് റൂൾസ്? അതെ, മാരേജില് നമ്മൾ ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ഒരു സെക്യുലർ ഐഡിയോളജി ഉണ്ടല്ലോ, അത് മിക്ക റിലീജിയൻസിലും ഇല്ല. അപ്പൊ 2 പാർട്ട്ണർ ആയിട്ടല്ല, എല്ലാം വേറൊരാൾ നടത്തി തരുന്ന പോലെയും അങ്ങനെയാണ്. അപ്പോ ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ടെങ്കിൽ കൂടെ അത് ഒരു തെറ്റ് ചെയ്യുന്ന പോലെയാണ് എന്ന് പറയാം. കാരണം രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ഒട്ടിച്ചു വെക്കും. ഇന്റർ റിലീജിയസ് ആയിട്ട് ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ, മതം ഇല്ലാതെ കല്യാണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫീസിൽ രണ്ടുപേരുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ച് 30 ദിവസം ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് രണ്ടുപേർ തമ്മിലുള്ള കല്യാണം തന്നെ ഉറപ്പിക്കുന്നത്. സോ അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് ഒന്നാമത് ചേർന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് വേറൊരു കോഡ് അവിടെ ആവശ്യകത ഉണ്ടാവുന്നുണ്ട്. അതുകൂടാണ്ട് ഇസ്ലാമിക് ലോ പ്രകാരമാണെങ്കിൽ കൂടുതൽ റൈറ്റ്സ് ഉള്ളത് മെയിലിൽ നിന്നാണെന്നുള്ളത് ഒബ്വിയസ് ആണ്. അപ്പൊ അതില് കല്യാണം നടക്കാന്ന് പറയുമ്പോൾ 4 വയസ്സ് വരെ മാരേജിന് അലൗഡ് ആണ്. അതാണ് ഞാൻ സന മാലിക്കിന്റെ ഇഷ്യൂ കണ്ടപ്പോൾ ഇത് ആലോചിച്ചത്. ഇപ്പൊ മുസ്ലിം ആണെങ്കിൽ അങ്ങനെ 4 പേരെ വരെ കല്യാണം കഴിക്കാന്നുണ്ട്. പിന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു, എന്താണ്, ഒരു മുസ്ലിം ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു ഒരാള്. സോ ദാറ്റ് ടു ഹാവ് എ സെക്കൻഡ് മാരേജ്, അയാൾക്ക് 2ാമത് കല്യാണം കഴിക്കണം. പക്ഷെ ഫസ്റ്റ് ഭാര്യ ലീഗലായി ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അയാൾ മുസ്ലിം കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തായിരുന്നു. ആളുടെ പേര് ഞാൻ മറന്നു. എനിവേ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഷാബാനോ കേസിന്റെ കാര്യം ഉണ്ടായത് ഋഷിക്ക് അറിയാലോ അല്ലെ? മറ്റേ ഷാബാനോ ഇവരൊരു 5 കുട്ടികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആൻഡ് ഇവർക്ക് ഹസ്ബൻഡ് ഒരു ലോയർ ആയിരുന്നു. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുതിയൊരാളെ കല്യാണം കഴിക്കും, ഹസ്ബൻഡ് പുതിയൊരാളെ കല്യാണം കഴിക്കുക, ഇവരെ ഒഴിവാക്കുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് അലിമണി കൊടുക്കാന്ന് പറയുന്നത് റിലീജിയസ് പ്രകാരമാണെങ്കിൽ ആകെ ഇദ്ദ പീരീഡ് മാത്രം മതി. അപ്പം 3 മെൻസ്ട്രൽ സൈക്കിൾ. ഇദ്ദ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അയാൾ ഹസ്ബൻഡിന്റെ ഡെത്ത് അല്ല, അതായത് ഇദ്ദ പീരീഡ് എന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടില്ല, 3 മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ള ഒരു ഒഴിവാക്കലും ആവാം, അല്ലെങ്കിൽ മരിച്ച കഴിഞ്ഞിട്ടുള്ള സമയം ആവാം. അല്ലെങ്കിൽ അതെ, അങ്ങനെയാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. എന്താ അങ്ങനെ ആവുമ്പോൾ ഇവരുമായിട്ടുള്ള റിലേഷൻ, ഇപ്പൊ ഇവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിലും ഹസ്ബൻഡിന്റെ കുട്ടിയാണെന്ന് ക്ലെയിം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതാ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതായിരിക്കാന്ന് പറയും മലയാളത്തിൽ. അപ്പൊ അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് 3 മാസക്കാലത്തേക്ക് അവർക്ക് ചെലവിന് കൊടുത്താൽ മതി എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഷാബാനോ സുപ്രീം കോർട്ട് വരെ കേസ് ഫയൽ ചെയ്തായിരുന്നു. സുപ്രീം കോർട്ട് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്തു. പക്ഷെ അന്നത്തെ ഗവൺമെന്റ് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അത് ആവശ്യമില്ല, ഇദ്ദ പീരീഡ് കാലഘട്ടത്തിൽ മാത്രം മുസ്ലിം വിഭാഗത്തിന് അലിമണി കൊടുത്താൽ മതി എന്ന് ഒരു ഓർഡിനൻസ് ഇറക്കുകയുണ്ടായി. സാഡ് ഹിസ്റ്ററി. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലൈക്ക് ഒരു ലിംഗനീതി നടപ്പാക്കുക, സെക്യുലർ ആയിട്ടുള്ള ഒരു ഇടം നിർമ്മിക്കപ്പെടുക എന്നുള്ള കാര്യം നടക്കുന്നില്ല. അപ്പം അവിടെയൊക്കെ നമുക്ക് യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യകത വരുന്നുണ്ട്. അത് കൂടാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പാരലൽ ആയിട്ടെങ്കിലും ഉണ്ടായാൽ മതി. ഇപ്പോ ഞാൻ പറയാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസിലും എനിക്ക് തോന്നുന്നു ഇഷ്യൂസ് വരുന്നുണ്ട്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആക്ട് വരുമ്പോഴത്തേക്ക് അത് ദാറ്റ്സ് മോർ ഫോർ ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജൈൻസ്. അപ്പം അതിലും അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കാരണം സ്വന്തം ബിസിനസ് അല്ലെങ്കിൽ ആൻസിസ്ട്രൽ വെൽത്ത് ഉണ്ടെങ്കിൽ അത് ഈ റൂൾ പ്രകാരം ഒരു
വൺ പാർട്ട് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ബിലോങ്ങിങ് ടു വൺ പെർട്ടിക്കുലർ റിലീജിയൻ ഉം. അവർക്ക് മാത്രം ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് ആ. ഇൻ ടേംസ് ഓഫ് ടാക്സസ് പേ ടു ദ ഗവൺമെന്റ്. അതെ, അത് ഗവൺമെന്റിന് വലിയൊരു നഷ്ടമാണ്. അത് ടാക്സും ഇൻകം ടാക്സും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഒക്കെ നോട്ട് ചെയ്ത കാര്യമാണ്. അതായത് ഒരാളായിട്ട് ഫയൽ ചെയ്യരുത്, മൊത്തം ഫാമിലിയുടെ ഇൻഡിവിജ്വൽ ടാക്സസ് ആയിട്ട് തന്നെ അടയ്ക്കുന്നതാണ് നമുക്ക് ലാഭം. ഒരു വലിയ കോർപ്പറേറ്റ് ആയിട്ട് ഒരു ഫാമിലി നിലനിൽക്കുന്നത് ഒരിക്കലും ഗവൺമെന്റിന് ഒഫീഷ്യലായിട്ട് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതൊക്കെ സിവിൽ കോഡിനകത്ത് വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ പിന്നെ എന്താ ബാക്കിയുള്ള ഉം. അഡോപ്ഷനെ പറ്റി എന്താണ് ഇപ്പൊ കറന്റ് ഇഷ്യൂ സ്റ്റാറ്റസ്? അഡോപ്ഷനിൽ ഇപ്പോ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാള് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ ബയോളജിക്കൽ ചൈൽഡിനുള്ള അതേ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്ത ചൈൽഡിനും ഉണ്ട്. പക്ഷെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗാർഡിയൻഷിപ്പ് മാത്രമാണ്. അതായത് അയാളുടെ പ്രോപ്പർട്ടിയിലോ ഇതിലൊന്നും ബയോളജിക്കൽ ചൈൽഡിന് മാത്രമേ റൈറ്റ് ഉള്ളൂ. ഈ ലീഗലി അഡോപ്റ്റ് ചെയ്ത കുട്ടിക്ക് റൈറ്റ് ഇല്ല എന്നുള്ള ഒരു ഇതുണ്ട്. പാർട്ട്ലി അൺലെസ് ഈസ് 18 years അല്ലെങ്കിൽ വില്ല് തയ്യാറാക്കിയില്ലെങ്കിലൊക്കെ ഇവർക്ക് ലീഗലി അഡോപ്ഷൻ ശേഷമുള്ള ഇൻഹെറിറ്റൻസ് റൈറ്റ് ഇല്ല. അപ്പൊ അത് ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഒരു അനീതിയാണ്. ഏതിലേക്ക് അഡോപ്റ്റ് ചെയ്ത് പോകുന്നതനുസരിച്ച് അവർക്ക് ഇൻഹെറിറ്റൻസ് കിട്ടൂല്ലയോ എന്നുള്ള ഒരു ചോദ്യം വരുന്നത്, അതൊരു പ്രശ്നമാണ്. പിന്നെ എനിക്ക് ഇതിന്റെ ഒരു എതിർപ്പായിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പൊ യൂണിഫോം ഇത്രയും നീ പറഞ്ഞത് ഇത്രയും കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടും ഇത്രയും വർഷങ്ങളായിട്ട് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ റൂള് അംബേദ്കർ അന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം പറഞ്ഞൊരു കാര്യം ആർട്ടിക്കിൾ 44 പറഞ്ഞിട്ടുണ്ട്, എല്ലാ എവറി സ്റ്റേറ്റ് ഷുഡ് എൻഡിവർ ടു ബ്രിങ് യൂണിഫോം സിവിൽ കോഡ് ടു അപ്ഹോൾഡ് ജെൻഡർ ഇക്വാലിറ്റി. മെയിൻലി ഇതിന്റെ ഫോക്കസ് നീ പറഞ്ഞെങ്കിൽ മനസ്സിലായി ഇറ്റ്സ് ജെൻഡർ ഇക്വാലിറ്റി. അപ്പൊ അതിന് പ്രോസ് ആയിട്ട് ഇത്രയും റീസൺസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ നമുക്കത് മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ ഇത്രയും മെജോറിറ്റി സീറ്റ്സ്? എനിക്ക് തോന്നുന്നത് ഒന്ന് ആൾക്കാർക്ക് പേടിയാണ്, അവരുടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ തന്നെ പറ്റാതെ വരുമോ എന്നുള്ളൊരു ഫിയർ കാര്യമായിട്ടുണ്ട്. ഇപ്പോ അപ്പം ആർട്ടിക്കിൾ 25-26 വയലേറ്റ് ആവോ? അത് ലൈക്ക് റൈറ്റ് ടു പ്രാക്ടീസ് റിലീജിയൻ വയലേറ്റ് ആവുന്നുള്ളൊരു പേടി ഒരു മേജർ അതെ അതെ. ആർട്ടിക്കിൾ 25-26 അങ്ങനെ തരുന്നുണ്ടെങ്കിലും ആർട്ടിക്കിൾ 44 അങ്ങനെ മറന്നു കളയുന്നതും ശരിയല്ല. യൂണിഫോം സിവിൽ കോഡ് അതിനെ ഒന്നും എതിർക്കുന്നില്ല. ഇപ്പം നമുക്കൊരു സിവിൽ നിയമങ്ങൾ ഒരിക്കലും ഇപ്പോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഡ്രസ് ചെയ്യണം എന്നുള്ളതിനോ എങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അത് തലയിടാനായിട്ട് വരുന്ന നിയമങ്ങളല്ല. പക്ഷെ രണ്ടുപേര് ഇടപെടുന്ന ഏതൊരു സ്ഥലത്തും സിവിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ ആ സ്ഥലത്താണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നത്. ഹൗ വി ഡ്രസ്, പിന്നെ നമ്മുടെ റിസർവേഷൻ സിസ്റ്റം, അതിലൊന്നും ഇതില് ഒരു ഇതുമില്ല. ഇല്ല, കാരണം റിസർവേഷൻ എന്നൊക്കെ പറയുന്നത് പോളിസി അല്ലേ, ഗവൺമെന്റിന്റെ പോളിസിയാ. അതൊന്നും സിവിൽ കോഡിനകത്ത് വരുന്നില്ല. അതെ. അപ്പം ഇതൊരു നല്ല ഒരു കാര്യം തന്നെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ BJP കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് BJP ഇഷ്ടമില്ലെങ്കിൽ ഇത് വരണ്ടെന്ന് പറയും. പക്ഷെ ഇതിപ്പോ BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ ആര് കൊണ്ടുവന്നാലും നല്ലൊരു കാര്യമാണെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്റെ അഭിപ്രായത്തിൽ ഇപ്പം സ്പെഷ്യൽ മാരേജ് ആക്ട് വന്ന പോലെ ഇപ്പം ഒരു കാര്യം എല്ലാം പെട്ടെന്ന് ഒരു സാധനം കൊണ്ടുവരാതെ പ്രൊവിഷൻസ് ചെറിയ ചെറിയ ആർട്ടിക്കിൾസ് ആയിട്ട് റിലീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങൾ, ഇപ്പം സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ടായതുകൊണ്ട് ഹിന്ദു ലോ പ്രകാരം മാരേജ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മുസ്ലിം ലോ പ്രകാരം താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ കല്യാണം കഴിക്കാൻ പറ്റും. അപ്പം അതുപോലെ സിമിലർലി നമുക്ക് വേറൊരു പ്രൊവിഷൻ വഴി ഈ സെയിം ഇഷ്യൂസ് ലൈക്ക് അഡോപ്ഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ സക്സഷൻ ഇഷ്യൂസിന് വേണ്ടി വൈ കാണ്ട് വി ഗിവ് ദ പീപ്പിൾ ദി ഓപ്ഷൻ, ലൈക്ക് ഇപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ അവർക്ക് അവരുടെ മക്കൾക്ക് എന്ത് സക്സഷൻ ലോ ഫോളോ ചെയ്യണം എന്നൊരു ഓപ്ഷൻ കൊടുത്തുകൂടെ? ലൈക്ക് സെലക്റ്റീവ്ലി നമുക്ക് ഓപ്ഷൻസ്, പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ചൂസ്. ഇപ്പം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഒരു സിംഗിൾ റൂൾ കൊടുത്തിട്ട് എല്ലാവരെയും ഫോഴ്സ് ചെയ്ത് ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്നത് ഫോഴ്സ് ചെയ്യാതെ ഗിവിംഗ് ദ പീപ്പിൾ റൈറ്റ് ടു ചൂസ് അല്ലേ കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ. അതൊരു നല്ല പോയിന്റ് ആണ്. ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് യൂണിഫോം സിവിൽ കോഡ് എടുക്കണോ അതോ എൻ്റെ റിലീജിയസ് ലോ ഫോളോ ചെയ്യാന്നുള്ളത് ഒരു ആള് തന്നെ ചൂസ് ചെയ്യാന്ന് പറയും. എനിക്ക് അവിടെ ഒരു ചെറിയ സംശയമുള്ളത്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കുട്ടിക്ക് റിലീജിയസ് ലോ കൊടുത്തു, രണ്ടാമത്തെ കുട്ടിക്ക് നമ്മൾ യൂണിഫോം സിവിൽ കോഡൊക്കെ കൊടുത്തു, സക്സഷന്റെ റൂള് ഫോളോ ചെയ്യണം എന്ന് വരുമ്പോൾ അപ്പൊ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അതെന്തായാലും ലീഗൽ ഇഷ്യൂസ് അവർ സോൾവ് ചെയ്യട്ടെ.
ചിലപ്പോൾ അതിന്റെ ന്യൂആൻസസ് ആയിരിക്കാം, ബട്ട് ഉം. ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. അതായത് ഒരു പാരലൽ ആയിട്ട് ഒരു സിസ്റ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കൂടുതൽ ആൾക്കാർ അത് ഓപ്റ്റ് ചെയ്യുമ്പോൾ മേ ബി മോർ സെക്യുലർ ഗ്രൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇന്നത്തെ ചായ തീർന്നതോടെ അറ്റ്ലീസ്റ്റ് ഇത്രയും നമുക്ക് അഗ്രി ചെയ്യാം, ലൈക്ക് ഉം. യൂണിഫോം സിവിൽ കോഡ് വരുന്നത് നല്ലതാണ്. ഉം. ആൻഡ് ഈവൻ എല്ലാം ഒരുമിച്ച് വന്നില്ലേലും ഉം. സം പാർട്സ് ഓഫ് ദി യൂണിഫോം സിവിൽ കോഡ് അറ്റ്ലീസ്റ്റ് Yeah. വന്ന് തുടങ്ങുവാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് അത് ഓപ്ഷൻ അവര് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക്, അതെ അവരുടെ കോഡ് അവരത് റിലീസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. ആൻഡ് ലീവ് ഇറ്റ് ടു ദി പീപ്പിൾ ടു ചൂസ്. ആ, അവര് ആൾക്കാർക്ക് ഡിസൈഡ് ചെയ്ത് ലെറ്റ് ദം ചൂസ് വാട്ട് ദേ വാണ്ട്. അതെ. ആൻഡ് ഐ തിങ്ക് നമ്മൾ ഇത് ചോദിച്ചു തുടങ്ങണം ഇപ്പോൾ, എന്നാലേ അത് നമ്മുടെ മിനിസ്റ്റേഴ്സ് കേട്ട് അത് നമ്മുടെ ഒരു ആൾക്കാരുടെ ആവശ്യമായിട്ട് അംഗീകരിച്ച് അത് പ്രാവർത്തികമാക്കുന്നത് നടക്കുള്ളൂ. ഇപ്പൊ നമ്മൾ അതെ. ചോദിക്കാത്തിടത്തോളം കാലം അത് ഒരിക്കലും പാർലമെന്റിലും വരില്ല. അതെ, കഴിഞ്ഞ കമ്മീഷൻ പറഞ്ഞത് അത് ഉള്ളിന്ന് വരട്ടെ എന്നല്ലേ പറഞ്ഞത്. ഉള്ളിന്ന് എപ്പോ വരും നമ്മൾ എത്ര കാലം ആവും അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ഉള്ളിന്ന് പുറത്തിടാം, വരട്ടെ ഇപ്പൊ. ബാക്കിയുള്ളവര് അവര് തീരുമാനിക്കട്ടെ അല്ലേ. അതെ. ഓക്കെ, ബൈ. That's all. See you guys. See you guys.